ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മാട്ടങ്കേരാണ് കേട്ടോ. മുംബൈയിൽ നിന്നുള്ള അടിപൊളി വീഡിയോകളാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിലേ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൊച്ചു ഗുരുവായൂരമ്പലം അതുപോലെ തന്നെ ഇവിടുത്തെ സൗത്ത് സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റും കാണിച്ചു തരാം. ഇനി നമുക്ക് നേരെ കൊച്ചു ഗുരുവായൂർ അമ്പലത്തിലെ കാഴ്ചകൾ കാണാം. ഗുരുവായൂർ അമ്പലത്തിലെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് കേട്ടോ ഈ അമ്പലത്തിലെയും പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ശിവനും ഹനുമാനും ഗണപതിയും നവഗ്രഹങ്ങളും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും അയ്യപ്പ സ്വാമിയും മുരുകനും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ. ഇന്ന് ഷഷ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഇത് അമ്പലത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് കൊത്തുപണികളും അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിൻ്റെ ഫീലാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇന്ന് എനിക്ക് ഇവിടുന്ന് ശർക്കര പായസം കിട്ടിയിട്ടോ പ്രസാദമായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞാൻ. എന്നിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റിലും കുറച്ച് സമയം ഇങ്ങനെ നടന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാട്ടുങ്ക ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡ്, പിന്നെ ഇവിടെ ഒരു ഫ്ലവർ മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേറിട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള മാലകളും പൂക്കളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ വലിയൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മുംബൈയിൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾന്ന് കൊടുക്കണേ. എന്നാലേ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പൂക്കളെ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമുക്ക് കുറേ വെറൈറ്റി ഉള്ള മാലകളൊക്കെ കണ്ടാലോ. പൂക്കൾ എനിക്ക് ജീവനാണ് കേട്ടോ. ഗാർഡനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കവിതകളൊക്കെ എഴുതും. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ മുംബൈയിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗാർഡനിങ്ങിനൊന്നും അങ്ങനെ വലിയ സംവിധാനമില്ലേ. ഇപ്പോൾ ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഫ്ലവർ മാർക്കറ്റിലൊക്കെ കാണുന്ന പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നഴ്സറിയിലൊക്കെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് നോക്കും. ചെറിയ ചെറിയ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെച്ച് പിടിപ്പിക്കും കേട്ടോ. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഈ ഫ്ലവർ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു പൂ മിസ്സായി പോയത്. അത് മറ്റൊന്നല്ല, നമ്മുടെ മുല്ലപ്പൂ വന്നിട്ടാ. മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ? എനിക്ക് തല നിറയെ മുല്ലപ്പൂ കിട്ടിക്കഴിഞ്ഞാലും വളരെ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഈ പൂക്കളുടെ കാഴ്ചയൊക്കെ കുറേ സമയം ഞാൻ നോക്കി നിന്നേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത മോഡൽ മാലകളാണ് കേട്ടോ. ഇവിടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി ആസ്വദിച്ച് ഞാനിത് അടുത്ത സ്റ്റേഷനിലോട്ട് പോവാന്നേ. അത് പോകുന്ന വഴിയിലാണ് ഞാൻ ഈ ഒരു മരം കണ്ടത്. വലിയൊരു മരമായിരുന്നു കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ള ഒരു മരമാണേ. അപ്പോൾ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ ബോൾ പോലെ കുറേ പഴങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ.
ആ പഴങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബാഹുബലി സിനിമയിൽ കട്ടപ്പ കഴിക്കുന്ന ഒരു ഭക്ഷണമില്ലേ, അതുപോലെ ഒരു ബ്രൗൺ കളറിൽ വലിയൊരു ബോൾ പോലെ ആയിരുന്നു കേട്ടോ ഈ ഒരു പഴം ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നേ. അപ്പോൾ അവിടെയുള്ളൊരു അങ്കിള് വന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ പേരാണ് ബൃഹസ്പതി എന്നിട്ട്, ആ മരത്തിൻ്റെ പേരാണ് ബൃഹസ്പതിയെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നേരെ വന്നു കേട്ടോ, അമ്പലത്തിൽ നിന്ന് നേരെ വന്നിട്ട് ഒരു ജംഗ്ഷനിൽ ഇതുപോലെ ഗിരി എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ഈ ഗിരി സ്റ്റോറിൻ്റെ 1-2 ബ്രാഞ്ചുകൾ ഞാനിവിടെ മുംബൈയിൽ കണ്ടിട്ടുണ്ട്. അപ്പം മാട്ടുങ്കയിലുള്ള ഈ ഗിരി സ്റ്റോറിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാ പൂജാ സാധനങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഭസ്മം, നമ്മുടെ വെള്ളച്ചന്ദനം അല്ലേ അത്, പിന്നെ എല്ലാം ഇപ്പം സാരി അതുപോലുള്ള സാധനങ്ങളാണെങ്കിൽ അത്, സൗത്ത് ഇന്ത്യൻ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ജ്വല്ലറികൾ കിട്ടും, അതുപോലെ ഉരുളി, വിളക്ക്, ഓട്ടുപാത്രങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കിട്ടും. പിന്നെ സ്വാമിമാർക്ക് വിടുന്ന രുദ്രാക്ഷമാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ ലുങ്കി, മുണ്ട്, വിഗ്രഹങ്ങൾ, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും സൗത്ത് ഇന്ത്യൻ ഒരു ഒരു എന്താ പറയുക ഒരു ആചാരപ്രകാരമായിട്ടോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ അങ്ങനത്തെ സാധനങ്ങളില്ലേ അതൊക്കെ ഈ ഒരു സ്റ്റോറിൽ കിട്ടും. ഇത് നമ്മുടെ ഇവിടെ ഡോംബൂലി പൊന്നുഗുരുവായൂരപ്പൻ അമ്പലമുണ്ട്, അവിടെ ഈ ഒരു ഗിരി സ്റ്റോറിൻ്റെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ നേരെ നടന്നു പോയത് ഒരു മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്കാണ്. അവിടെ ഫുള്ള് സൗത്ത് ഇന്ത്യൻ ഡ്രസ്സിൻ്റെ കടകളായിരുന്നേ. നമ്മുടെ എന്താ പറയുക നമ്മൾ പെട്ടെന്ന് ഒരു നാട്ടിലെല്ലാം എത്തിയ പോലെ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു ഒരു എന്താ ഒരു ഒരു കൾച്ചർ അവിടെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അതാണ് കേട്ടോ ഡിസ്പ്ലേയിലുള്ളത്. ദാവണി സെറ്റ്, മുണ്ട്, ധോത്തി, അതുപോലെ എല്ലാം കോട്ടൻ്റെ സാരികൾ. നമ്മളെ നാട്ടിൽ സൗത്ത് സൈഡിലോട്ട് ആന്ധ്ര, കേരള, കർണാടക, തമിഴ്നാടു ആ ഒരു ഏരിയയിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഈ ഒരു ഏരിയയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമേ. ഇതൊക്കെ മാട്ടുങ്ക കൊച്ചു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്താണ് കേട്ടോ വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ ഈ ഒരു ഏരിയയിലോട്ടെ. അപ്പോൾ പോവാത്തവരൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാട്ടുങ്കയിലേക്കൊന്ന് ഇറങ്ങി നോക്കിക്കൊള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടുമേ. പിന്നെ ആ മാർക്കറ്റിലൊക്കെ ഞാനൊന്ന് കറങ്ങി. നമ്മളെ നാട്ടിലെ വെള്ളത്തോർത്തതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അവിടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ഹോട്ടൽ. ഇവിടെ ഈ ഏരിയയിൽ കുറേ ഹോട്ടൽസ് ഉണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ളത്. ഉടുപ്പി ശ്രീകൃഷ്ണ ഹോട്ടലുണ്ട്, അവിടെയൊക്കെ അൺലിമിറ്റഡ് മീലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊങ്കൽ, ദോശ, മസാല ദോശ അതിനൊക്കെ ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ പോയത് ഇനി ഒരു മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഒരു മാർക്കറ്റ് വെച്ച ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ്. അതിൻ്റെ പുറത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകൾ ഇട്ടിട്ട് കുറേ പച്ചക്കറി കടകളുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കിട്ടും. കപ്പയും വെള്ളരിക്കും അതുപോലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇതൊക്കെ കോമൺ ആണ്. നമ്മുടെ നാട്ടിലെ സാധനം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരല് കപ്പയും പിന്നെ ചേമ്പും വെള്ളരിക്കും അങ്ങനത്തൊക്കെ അല്ലേ. ഇതൊക്കെ കോമൺ ആണ്, കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷെ ഇത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ വേറെ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കദളിപ്പഴങ്ങൾ. ഈ പഴത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ഈ റെഡ് കളറിലെ. പിന്നെ ഇത് നമ്മൾ കുരുത്തോലയില്ലേ, കുരുത്തോല നമ്മൾ എന്തെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ തൂക്കിയിടാറില്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതില്ലേ കവുങ്ങിൻ്റെ പൂവാന്ന് തോന്നുന്നേ. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കവുങ്ങിൻ്റെ പൂവൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിൻ്റെ പൂവ് എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയിൽ നെല്ലൊക്കെ നിറച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ടാവരുണ്ട്. പക്ഷെ കവുങ്ങിൻ്റെ പൂവ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ആ മാർക്കറ്റിൻ്റെ പുറത്ത് ഇതുപോലെ സ്റ്റാളുകളാണ് ഫുള്ള്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറാം. ഈ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. മാട്ടുങ്ക ഫേമസ് ആയിട്ടുള്ള തന്നെ ഈ ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറിൻ്റെയും ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന സൗത്ത് ഇന്ത്യൻ ഫുഡ് അതിൻ്റെയൊക്കെ പേരിലാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റിൻ്റെ പേരിലും. ഇത് നമ്മളെ ഒരു ശരിക്കും ഒരു കൊച്ചു കേരളം തന്നെ പറയാം ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പം മുംബൈയിൽ തന്നെ പല സ്ഥലങ്ങളിലും കേരള സ്റ്റോറുകളില്ലേ, ആ സ്റ്റോറുകളിലൊക്കെ സാധനം കൊണ്ടുപോകുന്നത് തന്നെ ഈ മാട്ടുങ്ക മാർക്കറ്റിൽ നിന്നാണ്. ഇവിടെ എല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടും സാധനങ്ങൾ. നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അവിടെ അരി, പഴം, കപ്പ, ചേന എല്ലാം, അതുപോലെ തന്നെ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാവുമേ. നമുക്ക് ഓണത്തിനോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കൂടുതലായിട്ട് സാധനങ്ങൾ വേണമെങ്കിൽ നേരെ മാട്ടുങ്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റുമേ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ട് ചെറിയ ചെറിയ റീറ്റെയിൽ അളവിലാണെങ്കിൽ അങ്ങനെയും കിട്ടും. വാഴയിലയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ മാർക്കറ്റിലെ കൂടി കുറേ സമയം ഇങ്ങനെ നടന്നേ. വെല്ലും അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ.
നമ്മളെ കേരളത്തിലത് ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടും. ഞാൻ മുമ്പേ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുംബൈയിൽ താമസിക്കുമ്പോൾ നമ്മൾ നാട്ടിലെ ഭക്ഷണമൊന്നും മിസ്സാവുകയേ ചെയ്യില്ല. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടാത്തൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുവരയില്ലേ, തുവര ഞാൻ ഇവിടെ ഏത് കടയിലും കണ്ടിട്ടില്ല കേട്ടാ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതാ, ഉണ്ണിയപ്പം പോലത്തെ പലഹാരങ്ങളായാലും പച്ചക്കറിയിൽ വരുന്നതായാലും മസാലക്കൂട്ടുകളോ പുട്ടുപൊടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതുപോലെ കിട്ടും. ഇവിടുന്നാണ് നമ്മളെ ഇവിടുത്തെ കേരള സ്റ്റോറില്ലേ, ഇതിപ്പോൾ മാട്ടങ്കിയിലല്ലേ, ഈ മാട്ടങ്കിയിൽ നിന്ന് മുംബൈൻ്റെ പല ഭാഗങ്ങളിലുള്ള കേരള സ്റ്റോറുകളിലേക്കും കൊണ്ടുപോകും കേട്ടോ. അപ്പം ചേമ്പൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മത്തനില്ലേ, കുഞ്ഞു മത്തൻ, ഇത് ഞാൻ എൻ്റെ നാട്ടിലും അധികം കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാർക്കറ്റാണ്. ഇതിപ്പോൾ ഞാൻ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് ഓരോരോ ഷോപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഹാള് പോലെ, അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകൾ, നമ്മുടെ മാളിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഉണ്ടാവില്ലേ, അതുപോലെ അവിടെ ഡ്രസ്സും പച്ചക്കറിയും അതൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഇതിലെ കൂടെയാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത്. ഇവിടെ പിന്നെ പോലീസും മിലിറ്ററി ഫോഴ്സ് അവരൊക്കെ ഉണ്ടാവും സെക്യൂരിറ്റിക്കൊക്കെ ആയിട്ട്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതാ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന വേറൊരു കാഴ്ച. നല്ല കാര്യമാണല്ലേ ഇതൊക്കെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാന്ന് കേട്ടോ. ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവേ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പം നിങ്ങളുടെ കമൻറ്റും ലൈക്കും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണേ. അതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ ട്രെയിനിലെ തിരക്കുണ്ടോ നിങ്ങൾ? ഇതാണ് കേട്ടോ മുംബൈയിലെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്.